പ്രേസ് ദ ലോർഡ്. എല്ലാ ആത്മീയ വിശ്വാസികൾക്ക് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ അധ്യയനം ചെയ്യാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞാൽ മത്തായിയുടെ സുവിശേഷം 4 അധ്യായം 1 തൊട്ട് 11 വരെയുള്ള വാക്യങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് ചിന്തിക്കുന്നത്. ഇതിൻ്റെ അകത്ത് നമ്മൾ കാണുന്നത് മത്തായിയുടെ സുവിശേഷം 3 അധ്യായത്തിൽ യേശു ക്രിസ്തുവിൻ്റെ ബാപ്തിസത്തെ പറ്റിയാണ്. അദ്ദേഹത്തിൻ്റെ യോന ബാപ്തിസം ത്രൂവിൽ അദ്ദേഹത്തിനെ ബാപ്തിസം ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അവിടെ അത് കഴിഞ്ഞ് അതിന് ശേഷം 4 അധ്യായം വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉപവാസ കാലഘട്ടമാണ്. ആ ഉപവാസ കാലഘട്ടത്തിൽ അദ്ദേഹം വനങ്ങളിൽ അദ്ദേഹം ഉപവസിച്ചേച്ച് ഇറങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിന് പിശാചിക ശക്തികളാൽ അദ്ദേഹം പരീക്ഷിക്കപ്പെടുന്നതായിട്ടാണ് നമുക്ക് കാണപ്പെടുന്നത്. എന്താണെന്ന് ഇതിന് ബാപ്തിസം കഴിഞ്ഞ സമയത്ത് ആ സമയത്ത് സ്വർഗത്തിൽ നിന്ന് സ്വർഗദൂതൻ പ്രാവിൻ്റെ രൂപത്തിൽ ഇറങ്ങിയിട്ട് പറയുന്നു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്ന് പറയപ്പെടുന്നു. എപ്പോഴും നമ്മൾ വിചാരിച്ചോണം, യഹോവ നമ്മളെ പ്രിയപുത്രൻ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മളെ പരീക്ഷയിൽ അകപ്പെടുത്തുന്നു എന്ന് നമ്മൾ വിചാരിച്ചോണം. നമ്മളെ പ്രിയപുത്രൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പരീക്ഷഘട്ടങ്ങൾ വരാൻ പോകുന്നുവെന്ന് നമ്മൾ വിശ്വസിക്കുക. ആ പരീക്ഷഘട്ടത്തിൽ നമ്മൾ വിജയിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യമെന്ന് നമ്മൾ ഉദ്ദേശിച്ചതോടുകൂടി ഈ വചനം നമുക്ക് കേൾക്കാം. ഇതിൻ്റെ അകത്ത് നമുക്ക് കേൾക്കാൻ പറ്റുന്നത് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ആത്മീയപരമായ അനുഭവങ്ങളാണ് പരീക്ഷയിൽ നമുക്ക് അകപ്പെടുന്നത്. നമ്മൾ ആത്മീയപരമായിട്ട് വികസിക്കും തോറും നമുക്ക് ആ പരീക്ഷയിൽ പിശാചിക ശക്തികളിൽ അകപ്പെടുകയും നമ്മൾ അതുപോലെ തന്നെ ചെയ്യുകയും ചെയ്യും. 40 ദിവസം യേശു 40 ദിവസം പകലും രാവും കിടന്ന് ഉപവസിച്ച ശേഷം വലിയൊരു ഉപവാസത്തിന് ശേഷം അദ്ദേഹം ഇന്ന് നമ്മളത് 50 ദിവസം 46 ദിവസം 40 ദിവസം പലരും പല രീതിയിലൊക്കെ അത് ഉപവാസം ചെയ്യുന്നുണ്ട്. ഇന്ന് യേശു ക്രിസ്തുവിൻ്റെ വലിയൊരു ബലിദാനത്തിന് മുൻപ് 40 ദിവസം 50 ദിവസം ഒക്കെ നമ്മൾ ഉപവസിക്കുന്നു. ഈ ഉപവാസത്തിന് ശേഷം നിശ്ചയമായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഒരു പരീക്ഷഘട്ടം വരുമെന്ന് നമ്മൾ വിശ്വസിച്ചിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ ആ പിശാചിക ശക്തികൾ നമ്മൾ ആത്മീയപരമായിട്ട് മെച്ചപ്പെട്ട് നിൽക്കുന്ന ഈ അവസരത്തിൽ നമ്മുടെ പരീക്ഷയിൽ നമ്മൾ അകപ്പെടുത്തി നമ്മളെ ഉണ്ടല്ലോ നമ്മുടെ ഈ ഉപവാസത്തിൽ കൂടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ആത്മീയ ശക്തികളെ എല്ലാം നശിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു അവസരമായിരിക്കുമെന്ന് നമ്മൾ വിശ്വസിച്ചുകൊണ്ട് വേണം ഈ വചനം നമ്മൾ കേൾക്കേണ്ടത്. ഇന്ന് നമ്മളിവിടെ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്, ഇവിടെ പിശാചിക ശക്തികൾ യേശു ക്രിസ്തുവിനെ 3 പ്രാവശ്യം നമ്മൾ പരീക്ഷയിൽ അകപ്പെടുത്തി. ഒന്നാമത്തെ പരീക്ഷ എന്താണ്? കല്ലുകൊണ്ട് റൊട്ടി ഉണ്ടാക്കി കഴിക്കുവാൻ പറഞ്ഞു. ഈ കല്ലുകളോട് നീ പറ റൊട്ടി അപ്പം ആയി കഴിയുമ്പോൾ നീ അത് കഴിക്കുമ്പോൾ നിൻ്റെ വിശപ്പ് മാറുമെന്ന്. രണ്ടാമത്തെ കാര്യം പറഞ്ഞാൽ, നീ മന്ദിരത്തിൻ്റെ മണ്ടയിൽ നീ താഴോട്ടിയാണ് എന്താ വെച്ചാൽ നീ ദൈവമല്ലേ, യേശു ക്രിസ്തു യഹോവ നിന്നെ രക്ഷിക്കുമെന്ന് പറഞ്ഞു. മൂന്നാമത്തെ അദ്ദേഹത്തിന് പരീക്ഷഘട്ടം കൊടുത്തത്, നീ ഈ കാണുന്ന സാമ്രാജ്യത്തിൻ്റെ എല്ലാ സ്വത്തുക്കളും നിന്നെയൊക്കെ ഞാൻ തരാൻ തയ്യാറാണ്, പക്ഷേ നീ എന്നെ എന്നെ ആരാധിക്കണമെന്ന് പറഞ്ഞു. ഇങ്ങനെ 3 പരീക്ഷഘട്ടങ്ങളാണ് യേശു ക്രിസ്തുവിൽ വന്നിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഒന്നാമത്തെ പരീക്ഷഘട്ടം നമ്മുടെ ശാരീരിക ആവശ്യത്തെ പറ്റിയാണ്. അത് 1 നമ്പർ മത്തായിയുടെ സുവിശേഷം 4 അധ്യായം 1 തൊട്ട് 4 വരെയുള്ള വാക്യത്തിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ അവിടെ പറയുന്നത്, ഈ കല്ലുകളോട് നീ റൊട്ടിയാകാൻ പറയൂ. അപ്പോൾ യേശു ക്രിസ്തു അവിടെ വെച്ച് പറയുന്നത്, മനുഷ്യൻ വെറും റൊട്ടിയും കൊണ്ട് മാത്രമല്ല, എന്നാൽ നേരെ മറിച്ച് അവൻ വചനം കൊണ്ടാണ് ജീവിക്കുന്നത് എന്ന് പറയുന്നു. അപ്പം നമ്മൾ ഇത് മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിൽ നമ്മളോട് എപ്പോഴും നമ്മുടെ ഭൗതികപരമായ സുഖങ്ങൾക്കും ഭൗതികപര ആവശ്യങ്ങൾക്കും വേണ്ടി നമ്മളോട് എപ്പോഴും പിശാച് നമ്മളോട് പറയാറുണ്ട്, നിനക്ക് ഇന്ന സാധനങ്ങൾ നിനക്ക് ഞാൻ തരുന്നു, അല്ലെങ്കിൽ നീ വിചാരിച്ചാൽ നിനക്ക് കിട്ടും, അതുകൊണ്ട് നീ ഉപേക്ഷിച്ച് ഈ രംഗത്തേക്ക് വരും. നമ്മളെ ഭൗതിക സുഖത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കാറുണ്ട്. പക്ഷേ നമ്മൾ ആ സമയത്ത് വളരെ ശ്രദ്ധിച്ച് വേണം നമ്മുടെ ജീവിതത്തിനെ ക്രമപ്പെടുത്തി. വചനം കൊണ്ടതാണ് നമ്മൾ ജീവിക്കുന്ന ആത്മീയ വചനമായ നമ്മുടെ ആത്മീയ റൊട്ടി കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് നമ്മൾ ആ പിശാചിനോട് പറയാനായിട്ട് നമ്മൾ ബാധ്യസ്ഥരാണ്. അത് നമ്മൾ പറഞ്ഞിരിക്കണം. ഇതാണ് ഇന്ന് പറയാനുള്ളത്. ശാരീരിക ആവശ്യത്തിനെക്കാട്ടി കൂടുതൽ ആത്മീയ ജീവനം ജീവിക്കുക എന്നുള്ളതാണ് ആവശ്യം. യഹോവ നമ്മളെ ഈ ഭൂമിയിലേക്ക് വിട്ടിരിക്കുന്നത് നമ്മളെ ആത്മീയപരമായ ജീവൻ ജീവിക്കാൻ വേണ്ടിയാണ്, ഭൗതികപരമായ ജീവന് വേണ്ടിയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ജീവിതത്തിൽ യഹോവയുടെ വചനം നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥ ശക്തിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കണം. ഡ്യൂട്ടോട്ടോർമി 8 അധ്യായം 3 വാക്യത്തിൽ നമ്മൾ എന്താ പറയുക, മനുഷ്യൻ വചനം കണ്ടാണ് ജീവിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്.
പറയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ അവിടെ കാണുന്ന പഴയ നിയമത്തിൽ വചനം കൊണ്ട് മാത്രമേ ജീവിക്കാൻ നമ്മളെ യഹോവ നമ്മളെ ഇവിടെ ജനിപ്പിച്ചു വിട്ടിരിക്കുന്നത്. അല്ലാതെ നമ്മളെ ഭൗതികപരമായ സുഖങ്ങൾക്ക് വേണ്ടിയും ഭൗതികപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ല നമ്മളെ ഇവിടെ വിട്ടിരിക്കുന്നത്. നമ്മളെല്ലാവരും ഓരോരുത്തരും ഭൗതികപരമായ ലാഭത്തിന് വേണ്ടി നമ്മുടെ ജീവിതത്തിനെ നശിപ്പിച്ച് വചനത്തിനെ നശിപ്പിച്ച് നമ്മൾ ജീവിക്കുന്ന ആ ഒരു കാര്യത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടാൻ നമ്മൾ ശ്രമിക്കണം. അതെല്ലാം നമ്മളെ പിശാചി ശക്തിയാൽ നമ്മളെ പരീക്ഷിക്കപ്പെടുന്ന ഘട്ടങ്ങളാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത്തെ പരീക്ഷ എന്താണ്? യഹോവയെ പരീക്ഷിക്കപ്പെടുക. അദ്ദേഹത്തിൻ്റെ ശക്തി എത്ര ഉണ്ടെന്നുള്ള പരീക്ഷിക്കുക. അതിൻ്റെ അകത്ത് 4 അധ്യായത്തിൻ്റെ 5 തൊട്ട് 7 വരെയുള്ള വാക്യത്തിനെ നമ്മൾ നോക്കുമ്പോൾ അവിടെ പറയുന്ന നീ യഹോവയുടെ പുത്രനാണെങ്കിൽ നീ ഇതിൻ്റെ മലമണ്ടയിൽ നീ താഴെയോട്ട് എടുത്ത് ചാടുക, നിന്നെ യഹോവ രക്ഷപ്പെടുത്തും എന്ന് പറയുന്നു. അപ്പോൾ യേശു ക്രിസ്തു പറയുന്നത് നീ ദൈവത്തെയും യഹോവയെ നീ പരീക്ഷിക്കാൻ നീ ആയിട്ടില്ല, അതിന് നീ പരീക്ഷിക്കേണ്ടെന്ന് അവിടെ വെച്ച് പറയപ്പെടുന്നു. പുത്രനെയും യഹോവയെയും നീ പരീക്ഷിക്കാനില്ല എന്ന് പറയുന്നു. അപ്പം അവിടെ വെച്ച് അദ്ദേഹത്തിന് മനസ്സിലായി യേശു ക്രിസ്തു അദ്ദേഹത്തിൻ്റെ ഗൂഢതന്ത്രത്തിൽ അകപ്പെടുന്നില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞു. വിശ്വാസത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് യഹോവയെ പരീക്ഷിക്കുക എന്നുള്ളതല്ല. നമ്മൾ വിശ്വാസത്തിലേക്ക് വരുമ്പോൾ നമ്മൾ യഹോവയിൽ നിന്ന് കൂടുതൽ ഉത്തരവാദിത്വത്തോടുകൂടി കൂടുതൽ മനസ്സുറച്ച് വിശ്വസിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഡ്യൂട്ടോട്ടോർമി 6 അധ്യായം 16 വാക്യത്തിലും ഇതുവരെ യഹോവയെ നീ പരീക്ഷിക്കല്ലെന്നാണ് അവിടെ പറയപ്പെടുന്നത്. യഹോവയെ പരീക്ഷിക്കാൻ നമ്മളായിട്ടില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലവട്ടവും നമുക്ക് എല്ലാ സമ്പത്തും ഉണ്ടായിക്കഴിയുമ്പോൾ നമ്മൾ യഹോവയെ പരീക്ഷിക്കുന്നതും യഹോവയെ തുച്ഛിച്ച് പറയുന്നതും യഹോവയ്ക്ക് പിശാചുകളുടെ കൂടെ കൂടിക്കൊണ്ട് യഹോവയെ തള്ളിപ്പറയുന്ന അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതൊന്നും ചെയ്യാനായിട്ട് നമുക്ക് അവകാശമില്ല സഹോദരി സഹോദരന്മാരെ. ഇന്ന് 3ാമത്തെ പരീക്ഷ യേശുക്രിസ്തു ഉണ്ടായിരിക്കുന്ന ഈ ലൗകിക ജീവിതത്തിൻ്റെ കൊതികളെയാണ് പറ്റിയാണ് പറയപ്പെടുന്നത്. അത് നമ്മുടെ 4 അധ്യായം നമ്മുടെ മത്തായിയുടെ സുവിശേഷം 4 അധ്യായം 8 തൊട്ട് 11 വരെയുള്ള വാക്യത്തിന് അടിസ്ഥാനമാക്കിക്കൊണ്ട് നമ്മൾ വായിക്കുമ്പോൾ അവിടെ വെച്ച് പിശാച് പറയുന്ന എന്നെ നീ ആരാധിച്ചു കഴിഞ്ഞാൽ നിനക്ക് ഈ കാണുന്ന സാമ്രാജ്യത്തിനെല്ലാം നിൻ്റെ അവകാശിയായി തീരും, നിന്നെയൊക്കെ ഞാൻ തരുന്നതായിരിക്കുന്നു. അപ്പോൾ യേശു ക്രിസ്തു പറയുന്നു നിൻ്റെ യഹോവയെ നീ ഉപവസിക്കാൻ പഠിക്കുക. നിൻ്റെ ഉപവാസം എൻ്റെ യഹോവയായിരിക്കണം എന്ന് അവനോട് വചനം കൊണ്ട് പറയുമ്പോൾ അദ്ദേഹം അവിടെ വെച്ച് മനസ്സിലാക്കി കഴിഞ്ഞു യേശു ക്രിസ്തുവിനെ ഒരു രീതിക്കിടെയും പരീക്ഷിക്കാൻ സാധിക്കത്തില്ല. അങ്ങനെ അദ്ദേഹം ഇവിടുന്ന് വിട്ടുമാറുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളും അതുപോലെ തന്നെ വചനം കണ്ട് പറയുന്ന പിശാചികളെ തക്ക മറുപടി കൊടുത്ത് വചനം കൊടുത്ത് നമ്മളവരെ പറഞ്ഞു വിടേണ്ടത് നമ്മുടെ ചുമതലയാകുന്നു. നമ്മൾ ഈ ലോകത്തിലെമ്പാടും കാണുന്ന സ്വത്തുക്കളും സമ്പത്തുകളും അല്ലെങ്കിൽ അതിൻ്റെ ബ്ലെസ്സിങ്സും എല്ലാം ഉണ്ടല്ലോ, അതെല്ലാം ടെമ്പററി ആണെന്നുള്ളത് നമ്മൾ ഓർക്കണം. അത് അസ്ഥായിയാണെന്ന് ഓർക്കണം. യഹോവയുടെ ആരാധന മാത്രമേ ഉള്ളൂ അത് സ്ഥായിയായിട്ട് നിൽക്കുന്നത്. ആ യഹോവയിൽ കൂടെ കിട്ടുന്ന ബ്ലെസ്സിങ്സ് മാത്രമേ ഉള്ളൂ സ്ഥായിയായിട്ട് കിട്ടുന്നത്. അങ്ങനെ കിട്ടുന്ന ഒരു ബ്ലെസ്സിങ്സ് ആണ് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യം. നമ്മൾ എറ്റർണൽ ലൈഫിലേക്ക് കയറുവാനായിട്ട് നമുക്ക് യഹോവ നമ്മളെ ഈ ഭൂമിയിലേക്ക് വിട്ടിരിക്കുന്ന അവസരത്തിൽ നമ്മൾ യഹോവയെ ആരാധിച്ച് യഹോവയെ കൂടെ നമ്മൾ നിന്നുകൊണ്ട് ഈ നോയമ്പ് സമയത്ത് യഹോവയായിട്ട് അടുത്ത് നിന്നുകൊണ്ട് യഹോവയുടെ ഓരോ കാര്യങ്ങളിലും നമ്മൾ പ്രാർത്ഥനയും ഉപവാസത്തിലും കൂടി നമ്മൾ അദ്ദേഹത്തിനെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവന്ന് അതിൽ കൂടി ജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. ഇന്ന് ഡ്യൂട്ടോട്ടോർമി 6 അധ്യായം 13 വാക്യത്തിൽ എന്താണ് പറയുന്നത്? നീ യഹോവയുടെ സേവനം മാത്രമേ ചെയ്യാവൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പലരും നമ്മൾ വഴി തെറ്റിപ്പോയി ഐഡൽ വർഷിപ്പ്, പൂജകൾ, മറ്റുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ പൂജിക്കുന്ന വ്യക്തിപൂജകൾ നമ്മളിങ്ങനെ ചെയ്യുന്നുണ്ട്. അതൊക്കെ നമ്മൾ ഒരിക്കലും പാടില്ല. യഹോവയെ മാത്രമേ നമ്മൾ ആരാധിക്കാവൂ, യഹോവയ്ക്ക് വേണ്ടി മാത്രമേ നമ്മൾ ജീവിക്കാവൂ എന്ന് നമ്മൾ അത് മനസ്സിലാക്കിയിരിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുകയും മറ്റുള്ളവരെ ആരാധിക്കുകയും മറ്റുള്ളവരെ ബഹുമാനിക്കുകയും മറ്റുള്ളവരെ നമ്മൾ കൂടുതൽ നമ്മൾ ശക്തിമാനായിട്ട് നമ്മൾ കണക്കാക്കുകയും ചെയ്യുന്നു കഴിഞ്ഞാൽ അതവിടെ യഹോവയ്ക്ക് അത് ഇഷ്ടമില്ലാത്ത കാര്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ മൊത്തം ഭജനത്തിൽ കൂടെ നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന ചില കാര്യങ്ങൾ, പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണെന്ന് നമ്മുടെ പരീക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാകണം.
നമ്മുടെ ജീവിതത്തിൽ, ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ പരീക്ഷണങ്ങൾ ഒരു നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഒരു ഭാഗമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കോണം. എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പരീക്ഷകൾ ഉണ്ടായിരിക്കും. രണ്ടാമത്തെ കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മുടെ ഈ പരീക്ഷയിൽ നമ്മൾ അകപ്പെട്ട് കഴിയുമ്പോൾ ഇപ്പോൾ യഹോവയുടെ വചനം കണ്ടിൻ്റെ ഹസ്ത്രം കണ്ട് വേണം ഈ പരീക്ഷയെ നമ്മൾ നേരിടേണ്ടേ എന്ന് നമ്മൾ മനസ്സിലാക്കണം. മൂന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ യഹോവയെ ഇങ്ങനെയുള്ള പരീക്ഷ ഘട്ടങ്ങൾ വരുമ്പോൾ നമ്മൾ യഹോവയിൽ പൂർണ്ണ വിശ്വാസവും പൂർണ്ണ ഉറപ്പും നമ്മോടുകൂടി നമ്മൾ ദൃഢതയോടുകൂടി പിടിച്ചുകൊണ്ട് വേണം നമ്മൾ നിൽക്കേണ്ടേ എന്ന് നമ്മൾ അടരാതെ, നമ്മുടെ മനസ്സ് പതരാതെ നമ്മൾ നിൽക്കണം എന്നാണ് അവിടെ പഠിപ്പിക്കുന്നത്. നാലാമത് നമ്മളൊക്കെ പഠിപ്പിക്കുന്നത്, നമ്മളിപ്പോൾ യഹോവയുടെ ഉപാസന ചെയ്യുക, അല്ലെ യഹോവയെ മാത്രം ആരാധിക്കുക മാത്രമേ ചെയ്യാവൂ. അതിനുപരിയായിട്ട് നമ്മൾ ഒരു പിശാചിനെ, ഒരു വ്യക്തികളെ, ഒരു ശക്തികളെ, മറ്റു ശക്തികളെ ഒന്നും, ദുഷ്ടശക്തികളെ ഒന്നിനെയും നമ്മൾ ആരാധിക്കാൻ പാടില്ല എന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. എന്താ വെച്ചാൽ ആ ആരാധനയെ കൊണ്ട് യഹോവയിൽ സാധ്യമായ ഒരു കാര്യവുമില്ല. യഹോവയിലേക്ക് നമ്മൾ അടുത്തു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം, നമ്മളെ ഈ ഭൂമിയിൽ വിട്ടിരിക്കുന്നത് യഹോവയെ ആരാധിക്കാൻ വേണ്ടിയാണ്. യഹോവയെ ആരാധിച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അനന്ത ജീവനം, നമുക്ക് ഇറ്റർണൽ ലൈഫ് നമുക്ക് കിട്ടുമെന്നുള്ളത് നിശ്ചയമാണ്. അത് ഇതിൽ നമുക്കൊരു പ്രാക്ടിക്കലായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട ഇതാണ്, ഇന്നത്തെ ലോകത്ത് വിശപ്പും നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ കൊതികളും നമ്മുടെ തെറ്റായ വഴികളും എല്ലാം നമ്മൾ ഈ നമ്മുടെ ലൗകിക ജീവിതത്തിൻ്റെ ആവശ്യങ്ങളെ വെച്ചുകൊണ്ട് നമ്മൾ തിരഞ്ഞെടുക്കാറുണ്ട്. അതൊന്നും നമ്മൾ തിരഞ്ഞെടുക്കാതെ നമ്മൾ നേരെ മറിച്ച് യഹോവയുടെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് നമ്മൾ വേണം ജീവിക്കേണ്ടത് എന്നാണ് നമ്മളെ ഇതിൻ്റെ ഈ വചനത്തിൽ കൂടി നമുക്ക് പഠിക്കാൻ സാധിക്കുന്നത്. ഒരു യുവാവ് ജോലി കിട്ടിക്കഴിഞ്ഞപ്പോൾ കൈക്കൂലി വാങ്ങിക്കാൻ തുടങ്ങി. അപ്പോൾ തെറ്റായ രീതിയിൽ കൂടെ നല്ല വരുമാനങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വളരെ സന്തോഷമായി. അപ്പോൾ അദ്ദേഹത്തിന് ദൈവത്തെ മറന്നു. ഒരു ദിവസം അദ്ദേഹം എപ്പോഴും ചിന്തിച്ചത്, എന്നെ ആരും കാണുന്നില്ല എന്ന് ചിന്തിച്ചു. പക്ഷേ ഒരു ദിവസം ബൈബിളിൻ്റെ വചനങ്ങൾ അദ്ദേഹത്തിന് ഓർമ്മ വന്നപ്പോൾ അദ്ദേഹം ആ തെറ്റായ വഴി വിടുകയും ചെയ്തു. അങ്ങനെ അവൻ ഈ ഒരു ഓണസ്റ്റായിട്ടുള്ള ലൈഫിൽ അവൻ ജീവിക്കുകയും അങ്ങനെ അവന് പ്രൊമോഷൻ കിട്ടി, അവൻ വലിയ നിലയിലേക്ക് പോന്നു. അപ്പോൾ യഹോവയുടെ വചനത്താൽ മാത്രമേ അവൻ നീങ്ങിപ്പോകുമ്പോൾ മാത്രമേ അവസാനത്തെ ജയം എന്ന് പറയുന്നത് യഹോവയുടെ വചനമാണ് എന്നുള്ളത് അവൻ മനസ്സിലാക്കി കഴിഞ്ഞു. എന്ന് പറയുന്നത് നമ്മൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഇതിൻ്റെ സാരാംശമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? പരീക്ഷയിൽ വിജയിക്കുക. ഇതാണ് ഈ മൊത്തം ലെസണിൽ നമ്മൾ പഠിക്കേണ്ടത്. അതിൻ്റെ അകത്ത് നമ്മൾ എന്താണ് മുഖ്യഭാഗമായിട്ട് കഴിയുക? പരീക്ഷയിൽ നമ്മൾ അകപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ പേടിക്കാൻ പാടില്ല. പരീക്ഷയിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ, പിശാചിക പരീക്ഷയിൽ നമ്മൾ അകപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ പേടിക്കാൻ പാടില്ല. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ എപ്പോഴും പരീക്ഷയിൽ അകപ്പെടുമ്പോൾ യഹോവയുടെ വചനത്തിനെ എടുത്ത് ആയുധമായിട്ട് നമ്മൾ ഉപയോഗിക്കാൻ പഠിക്കണം. യഹോവയുടെ വചനത്തെ എടുത്ത് ആയുധമായിട്ട് ഉപയോഗിക്കുമ്പോൾ ഈ പരീക്ഷഘട്ടത്തിൽ നമ്മുടെ പിശാചിക ശക്തികൾ കൊണ്ടുള്ള പിന്മാറിപ്പോവും. മൂന്നാമതായിട്ട് നമുക്ക് വിശ്വസിക്കാൻ കാണുന്നത് എന്താണ്? യഹോവയിൽ ഉറച്ച ദൃഢവിശ്വാസത്തോടു കൂടി ജീവിക്കണം എന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. നാലാമത് നമ്മൾ പഠിപ്പിക്കുന്നത് എന്താണ്? യഹോവയിൽ മാത്രമേ ആരാധിക്കുക. മൂർത്തികളെ ആരാധിക്കുകയോ ശക്തികളെ ആരാധിക്കുകയോ പിശാചികളെ ആരാധിക്കുകയോ ഒന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. ശൈത്താനെ ആരാധിക്കാൻ പാടില്ല. ഇത് നമ്മൾ ഈ 3-4 കാര്യങ്ങൾ നമ്മുടെ മനസ്സിലെപ്പോഴും ഉണ്ടെങ്കിൽ നിശ്ചയമായിട്ടും നമുക്ക് ഒരു പരീക്ഷഘട്ടത്തിലും നമ്മൾ തോൽക്കില്ല. നമ്മൾ അന്തിമമായിട്ട് ജയം മാത്രമേ, നമുക്ക് വചനത്തിൻ്റെ ജയം മാത്രമേ നമ്മളുടെ ഉള്ളിലുണ്ടാവും. 41-ാമത്തെ ദിവസത്തെ ഈ വലിയൊരു ഉപവാസത്തിന് നമ്മൾ കൂടിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ നമുക്ക് നമ്മളെ എന്താണ് വചനം കൊണ്ട് നമ്മളെ പഠിപ്പിക്കപ്പെടുന്നത് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണമ്പോൾ ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് എന്താണ്? ഞാൻ പരീക്ഷയിൽ അകപ്പെട്ട് ഞാൻ വീണു പോകുന്നോ? അതോ ഞാൻ തിരിച്ചിൽ നിൽക്കണോ? ഇത് നമ്മളെ തന്നെ പരിശോധിക്കേണ്ടതായിട്ട് ആവശ്യമുണ്ട്. രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഏത് പരീക്ഷഘട്ടങ്ങൾ വന്നാലും ഞാൻ യഹോവയുടെ വചനത്തിനെ ഉപയോഗിക്കാറുണ്ടോ എന്ന് നമ്മളിപ്പോൾ നോക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ആ വചനത്തിനെ ഉപയോഗിക്കാൻ നമ്മൾ വചനങ്ങൾ എല്ലാ ദിവസവും അത് പഠിക്കണം, അത് ഓർമ്മയിൽ വെക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ വചനം ഉപയോഗിക്കാൻ സാധിക്കത്തുള്ളൂ. മൂന്നാമതായിട്ട് നമ്മൾ നോക്കുമ്പോൾ എന്താണ്? ഈ ലോകത്തിൻ്റെ ലൗകിക ജീവിതത്തിൻ്റെ കൊതികൾ,
ലൗകിക ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾ നമ്മുടെ നമ്മൾക്ക് ജീവിതത്തിൽ പല പ്രയാസഘട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ അതിൽ അകപ്പെട്ടു പോകുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ അതിൽ രക്ഷപ്പെടണം എന്ന് നമ്മളെപ്പോഴും ചിന്തിക്കണം. ഇത് അങ്ങനെ ചിന്തിക്കാറുണ്ടോ ഇല്ലയോ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ സമയത്ത് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാനുള്ള ഇങ്ങനെയാണ്, എൻ്റെ ദൈവമേ, എന്നെ പരീക്ഷയുടെ അകപ്പെട്ട് കഴിയുമ്പോൾ ആ പരീക്ഷയിൽ നിൻ്റെ ശക്തിയാൽ വചനത്തിൽ ഉറച്ചു നിൽക്കുവാനായിട്ട് എന്നെ സാധിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. രണ്ടാമതാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഈ വിധത്തിലാണ്, എൻ്റെ ഉള്ളിൽ നിൻ്റെ വചനങ്ങൾ നിറച്ചു തരണമേ പിതാവേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. മൂന്നാമത് എല്ലാ രീതിയിലുള്ള ലൗകിക ആവശ്യങ്ങൾ, അല്ലെങ്കിൽ എല്ലാ രീതിയിലുള്ള നമ്മുടെ ലൗകികമായിട്ടുള്ള ഈ സാംസാരികമായിട്ടുള്ള കൊതികൾ നിന്ന് എന്നെ രക്ഷപ്പെടുത്തണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. നാലാമതായിട്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, എൻ്റെ പിതാവേ, നിൻ്റെ മാത്രം എനിക്ക് ആരാധിക്കാനുള്ള ഒരു മനസ്സെപ്പോഴും എൻ്റെ ഉള്ളിലുണ്ടാകണമേ എന്ന് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പരിവർത്തനം ഉണ്ടാകത്തുള്ളൂ, നമ്മൾ ദൈവത്തിൽ മുഴുകി നിൽക്കത്തുള്ളൂ, വചനത്തിൽ കൂടി ജീവിക്കത്തുള്ളൂ. ഈ മത്തായിയുടെ സുവിശേഷം 4:1-11 വരെയുള്ള വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പഠിച്ചത് എന്താണെന്ന് നമ്മൾ ഒന്ന് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ, ഒന്നാമതായിട്ട് പരീക്ഷകൾ എപ്പോഴും വന്നുകൊണ്ടിരിക്കും. പക്ഷെങ്കിൽ വിജയം സാധിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വചനത്തിൽ കൂടെ ജീവിക്കണം എന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. യഹോവയുടെ വചനം മാത്രമേ ഉള്ളൂ നമ്മുടെ ശക്തി ഈ പരീക്ഷഘട്ടത്തിൽ എന്ന് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. മൂന്നാമതായിട്ട് നമുക്ക് കാണേണ്ടത്, നമ്മളെ യേശു എപ്പോഴും പഠിപ്പിച്ചിരിക്കുന്നത് എങ്ങനെ നമ്മൾ ഈ ദുഷ്ടാത്മാക്കളുടെ ശക്തിയിൽ കൂടി അകപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ എങ്ങനെ ജയിക്കണമെന്നുള്ള യേശു ക്രിസ്തു പരീക്ഷഘട്ടത്തിൽ അകപ്പെട്ട് കഴിഞ്ഞപ്പോൾ നമ്മളെ ഈ വചനത്തിൽ കൂടെ പറഞ്ഞ് പഠിപ്പിച്ചത് അത് നമ്മുടെ ജീവിതത്തിൻ്റെ മാതൃകയായി മാറണം എന്ന് എനിക്ക് മാത്രം ഈ പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന അവസരത്തിൽ ഈ വചനങ്ങളെല്ലാം നമുക്ക് നമ്മുടെ കുടുംബത്തിലും നമ്മുടെ കലീശയ്ക്കും നമ്മുടെ ആൾക്കാർക്കും എല്ലാം, പ്രത്യേകിച്ച് എല്ലാം എന്നെ കേൾക്കുന്ന ആൾക്കാർക്കും എല്ലാവർക്കും അത് ആത്മീയ പ്രചോദനം നൽകുന്നതായി തീരട്ടെ. അവരുടെ ജീവിതത്തിൽ ഈ നോമ്പ് സമയത്ത് അതിനൊരു പ്രത്യേക ഉന്മേഷം തരട്ടെ. അവരെല്ലാം വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്നവരായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഗോഡ് ബ്ലെസ് ടു ഓൾ.